അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു തെളിവ് ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ നിങ്ങളോട്. എന്തെന്ന്, എൻ്റെ ഉമ്മക്കിൻ്റെ ബർത്ത്ഡേന് അന്ന് ഞാൻ ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തു. ചെറിയൊരു ഗിഫ്റ്റ് വിചാരിക്കാണ്ട് അന്ന് എനിക്ക് അതിൻ്റെ എട്ടിക്ക് എനിക്ക് കിട്ടി. അതാണ് ഞാൻ പറഞ്ഞത്. ചെറിയൊരു സ്നേഹം കുറഞ്ഞ മാസത്തേക്ക് കൊടുത്ത ഒരു വ്യക്തി, ആ വ്യക്തിൻ്റെ വേറൊരു സുഹൃത്ത്, അതും നമ്മുടെ ജില്ലയല്ല, എവിടെയോ കിടക്കുന്ന ജില്ലയിൽ, ഏതോ ഒരു ഉമ്മൻ്റെയും ബാപ്പൻ്റെയും മോന് ബഹ്റൈനിലേക്ക് വരുമ്പോൾ ചെറിയൊരു സഹായം ഞാൻ ചെയ്ത്. ചെറിയൊരു സഹായം, വലിയൊന്നുമല്ല. ആ സഹായം ചെയ്തതിന് ഇതാ ഈ ഒരു കുട്ടിച്ചാക്ക് നിറച്ചും, ഈ ഒരു കുട്ടിച്ചാക്ക് നമ്മുടെ ചെമ്മാട്, ഒരു പേരാണ് ചെമ്മാട് എന്നുള്ള, ബർക്കത്ത് ഉലമ കളക്ഷൻ ചെമ്മാട്. തീർന്നിട്ടില്ലല്ലോ, ഇതിൻ്റെ അകത്ത് നിന്നാണ് ഇതാ ചിപ്സ്, ഏറ്റവും വിലയുള്ള സാധനമാണ് ചിപ്സ്. ഇത് 500ൻ്റെ ഒരു പേക്കുണ്ട്. പിന്നെ ഇത് എൻ്റെ സുഹൃത്ത് കൊടുത്തയച്ചതാണ്. ഇത് ആ വന്ന ഞാൻ അറിയപ്പോലുമില്ല, അതിൻ്റെ ഉമ്മ കൊടുത്തയച്ച സാധനങ്ങൾ. ആ പേര് പോലും എഴുതിയിട്ടുണ്ട്, മുനീർ. എന്നെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. പിന്നെ ഇതെന്താണ് നോർമല്ല, നമുക്ക് പൊളിച്ച് നോക്കണം. എന്തോ ഒരു സംഭവം തിമ്മൽ എഴുതിക്ക് മുനീർ. എൻ്റെ വീട്ടിൽ നിന്ന് പോലും പറയാൻ ബാക്കികളില്ല. എൻ്റെ വീട്ടിൽ നിന്ന് പോലും ഇങ്ങനൊരു കൊടുത്തായിട്ടുണ്ടാവുക. എനിക്ക് ചിപ്സ് മുനീർ. ഇത് നിങ്ങൾ ഫ്രണ്ട് ക്യാമറയിലാകുമ്പോൾ തല തിരിഞ്ഞാൽ കാണും കേട്ടോ, മുനീർ. ഓക്കെ, തീർന്നില്ല കേട്ടോ, തീർന്നില്ല. ഇതൊക്കെ എന്താണെന്ന് തുറന്ന് നോക്കണം. അടുത്ത ഐറ്റംസ് ഇതെന്താണ്? അതിൻ്റെ മുകളിൽ മുനീർ എന്നുണ്ട്. കുടുംബമല്ല, ബന്ധമല്ല, നാട്ടുകാരല്ല, അറിയാത്ത ആളുകൾ. ഞാൻ താളുമൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. എനിക്കിന്നിങ്ങനെ കിട്ടിയാൽ മാസങ്ങളോളം വെക്കും. പക്ഷെ ഇത് തിന്നാൻ കൊടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് ഞാൻ വേണ്ടപ്പെട്ട ഇവിടെ അടുത്ത് തന്നെ ഒരു ഫാമിലി ഉണ്ട്, താഴത്തൊരു ഫാമിലി ഉണ്ട്, പിന്നെ എൻ്റെ ഒരു ജ്യേഷ്ഠനും ഫാമിലിയും വന്നിട്ടുണ്ട്. ഒരു കൊടുക്കണം, മക്കളുണ്ട്. ഈ സാധനം എല്ലാവർക്കും എത്തിക്കണം. ഏതായാലും സന്തോഷം. ഇനി നമുക്കൊന്ന് പൊളിച്ചൊക്കെ നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന്. ആദ്യമായിട്ട് നമ്മൾ പൊളിക്കാൻ പോണത് ഇതെന്താ നോക്കരുത്. ഇതിൽ നല്ല മണമൊക്കെ ഉണ്ട്, ഭയങ്കര മണമൊക്കെ ഉണ്ട്, ഫീൽ ചെയ്യുന്നു. നമുക്ക് കുളിക്കാൻ പോവാ കേട്ടോ. ഇതിന് ഞാൻ ഇതൊക്കെ എടുക്കുമ്പോൾ ഞാൻ ഒരു പാട്ട് ആലോചിക്കുന്നത്. ഇത് പാട്ട് അറിയോ? നിങ്ങൾ പറയും ഇത് പാട്ടാണ്. ഒരു കുല മുന്തിരി വാ, അതന്നെ പാട്ടിൻ്റെ പേര്. ഒരു കുല മുന്തിരി തിന്നിടുവാനായി, മുന്തിരി. എന്താ നീന പാട്ട്? കൂടമില്ല, അതല്ല. മുന്തിരികൾ, അതുമല്ല. ഒരു കുല 5 പൈസ കയ്യിലില്ല എന്നൊക്കെ പാട്ടില്ലേനോ? 5 എന്നോളം പാട്ട് എന്ത് നായിനോ? മുന്തിരി നല്ല മണം, എന്നാലും പാട്ട് കിട്ടുന്നില്ലല്ലോ. കൂടമുല്ല, അതുമല്ല. മുന്തിരി അന്നാര് കുഞ്ഞിപ്പങ്ങള്. എന്തിനാ പൊളിക്കും ഞങ്ങൾ തകർത്ത് ഞങ്ങൾ തിന്നിടും ഞങ്ങൾ. എൻ്റെ അമ്മ എന്തോരെ പേക്ക് ചെയ്യാനൊക്കെ ആ പൊങ്ങന്മാരെന്തോരെ കഷ്ടപ്പെട്ടിട്ട് എത്തിര പേക്കാ പടച്ചോനെ. ഇതാണ് സ്നേഹം എന്ന് പറയുന്നത് ഇതാണ് മക്കളെ. സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ അതേത് സമ്പന്ന കുടുംബ പടച്ച റബ്ബിൻ്റെ അടുത്ത് വരും. നമ്മൾ സ്നേഹിച്ചോ, ആ സ്നേഹം കിട്ടും. ഞാൻ പാറ്റക്കോയ തങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, എനിക്കത് മതി. ആ സ്നേഹം എനിക്ക് കിട്ടുന്നുണ്ട്. മതി, കുറച്ചൊക്കെ മതി. നമ്മക്കില്ലോ പൊടിച്ചോനെ സംഭവട്ടോ. കാണിച്ചരാ. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഉണ്ടാവില്ല. നോക്കി കണ്ടോളി. എൻ്റെ റബ്ബേ, അവില്, ഏലക്കായും തേങ്ങാപ്പൊടിയും അങ്ങനെ എന്തൊക്കെയോ ഇട്ടിട്ട് ഉണ്ടാക്കി കൊണ്ട് തന്നിക്കുന്നത്. ഇതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, 1 കിലോ പോലെ ഉണ്ടത്. സത്യം ഞാൻ ഇതൊക്കെ തിന്നാട്ടോ ജീവിക്കുന്നത്. കാരണം ഞാൻ ഇന്ന് പണിയില്ലായിരുന്നു. അങ്ങനെ ഇപ്പം 10:45 ഇവിടെ.
ഈ സമയം വരെ ഞാൻ കുടിച്ചത് ഫ്ലാസ്കിലൊരു ചായ. എൻ്റെ ഭക്ഷണം അങ്ങനെയൊക്കെ ഒന്നും കഴിക്കൽ ഉണ്ടാക്കാൻ മടിയാ. ഇപ്പോൾ ചാക്കിലേക്ക് ആക്കി പോട്ടെ, എല്ലാവർക്കും കൊടുക്കണം. എൻ്റെ സ്റ്റാറ്റസ് കാണുന്ന എൻ്റെ ജ്യേഷ്ഠ വിശ്രത്താത്തേക്ക് അങ്ങോട്ടേക്കും ഒക്കെ തരും ബേജാറാവില്ല, തരും. ആദ്യം ഒന്ന് ഇട്ടേക്കട്ടെ, ഇട്ട് വെക്കുകയാണ്. അപ്പോൾ നമ്മളെ പാട്ട് ഒരു കുര മുന്തിരി 5 പൈസ കയ്യിലില്ല, അങ്ങാര് എന്തോരത് തീരുന്നില്ല ഇതിലിട്ടിട്ട്. അങ്ങാര് പെങ്ങളൂട്ടിയേ, ഇതെന്തോരം ബിരിയാണി ഒന്നും ഇല്ല മക്കളെ, ബിരിയാണി ഒന്നും ഇല്ല. പൊളിച്ചെൻ്റെ മക്കളെ, പടച്ച റബ്ബേ ഇനി ദുആണ്ട്. റബ്ബേ ഇത് ഉണ്ടാക്കിയവർക്കും ഇത് അവൽ പോയി വാങ്ങിയവർക്കും പടച്ച റബ്ബേ, ഇതെത്രയോ പണിയെടുത്തിട്ടാണ് ഇത് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തത്. പടച്ച റബ്ബേ, ഞാനൊരു പ്രവാസിയാണ്, ഒറ്റയ്ക്കൊരു റൂമിലാണ് റബ്ബേ. എന്തോ ഒരു ചെറിയ സഹായം ചെയ്തത് കൊണ്ട് മാത്രമാണ് പടച്ച തമ്പുരാൻ ഇതൊക്കെ എൻ്റെ മുമ്പിലെത്തിയത്. ഇതിൻ്റെ വാസന പോലും ആ കുടുംബത്തിനെ എനിക്കിങ്ങനെ മണക്കുക. പടച്ച റബ്ബേ, നീ അവർക്ക് എന്താണ് റഹ്മാനെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല റബ്ബേ. അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അവർക്കുള്ള ഹൈറ് കൊടുക്കണം റബ്ബേ. ആ കുടുംബത്തിൽ പടച്ചവനെ ഒരു അസുഖവും നീ കൊടുക്കില്ല റബ്ബേ. ഞാനൊക്കെ ചെയ്യുന്ന എന്തൊരു നന്മയുണ്ടെങ്കിലും ആ നന്മയൊക്കെ ആ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ കബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. കാര്യമായിട്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ ദുആ ചെയ്യണം. കാരണം ഇത്രയും സാധനങ്ങൾ ഒരു പ്രവാസിയായ ആരും പോലും അറിയാത്ത ഒരാൾക്ക് നമ്മൾ ആരെങ്കിലും കൊടുത്തയക്കണമെങ്കിൽ അത് അതിരുകളില്ലാത്തൊരു സ്നേഹമായിരിക്കും. അതുകൊണ്ട് വെറുപ്പിക്കല്ല. ഇത് അടിച്ചു വെക്കാൻ പോവാണ്. ഇതിൻ്റെ മുടി ഇതല്ല കേട്ടോ, ഇതിൻ്റെ മുടി ഇതാട്ടാ. അപ്പോൾ ഇനി അടുത്തത് നമ്മളെ ചിപ്സിന് ഇത് കൊടുത്തയച്ചത് ആരാന്നറിയോ? കരളിൻ്റെ കരളാണ് കഷ്ണമാണെൻ്റെ, പേര് പറയൂല, അവർക്ക് ഇഷ്ടമുള്ള പേര് പറയുന്നത്. ഈ കൈ കൊടുക്കുന്നത് ആ കൈ അറിയരുത് എന്ന് പറയുന്ന ഒരാളാണ്. എല്ലാ വർഷവും നല്ല ഒരു സംഖ്യ സക്കാത്തിൻ്റെ പൈസയായിട്ട് എൻ്റെ കയ്യിലേക്ക് തന്നിട്ട്, ചെറുതൊന്നല്ല കേട്ടോ, നല്ലൊരു സംഖ്യ എൻ്റെ കയ്യിലേക്ക് തന്നിട്ട് അത് ആർക്കാന്ന് വെച്ചാൽ നീ കൊടുക്കണമെന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലാഹ് ഹൈറ് ചെയ്യട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ. പടച്ച റബ്ബേ, സക്കാത്തിൻ്റെ കണക്ക് കൂട്ടിയിട്ട് ഒരു പൈസ പോലും മാറ്റി വെക്കാതെ അത് മറ്റുള്ള അർഹതപ്പെട്ട ആളുകളിലേക്ക് അദ്ദേഹം എത്തിച്ചു കൊടുക്കാൻ നോക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പരിചയപ്പെട്ട ആ വർഷം മുതൽക്ക് എൻ്റെ കയ്യിലേക്ക് തന്നിട്ട് ഇനി വേണോ എന്ന് ചോദിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞു, എനിക്കൊരു പേടി അത് വാങ്ങി കൊടുക്കാനൊക്കെ. എന്നാലും ഞാനത് അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്രാവശ്യം നിസ്കാരക്കുപ്പായം കൊടുത്തപ്പം ഏകദേശം 10 നിസ്കാരക്കുപ്പായത്തിൻ്റെ പൈസ 4000 ഉറുപ്യ ഞാനതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അവരൊക്കെ പ്രാർത്ഥന ആ പ്രിയപ്പെട്ട സഹോദരനുണ്ടാവും, ആ കുടുംബത്തിനുണ്ടാവും തീർച്ചയാണ്. കാരണം അന്നൊക്കെ കൊടുത്തത് അർഹതപ്പെട്ടവർക്കാണ്. അപ്പം ഇതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. വർത്തായി എന്ന് പറയുന്ന സാധനമല്ല, നമ്മളെ ഏത് വർത്തായി? മധുരമുള്ള വർത്തായി കേട്ടോ, മധുരമുള്ള. മറ്റേ പാട്ട് കിട്ടിയില്ലല്ലോ, മുല്ലത്തിരിയുള്ള അതല്ല, ഉണ്ണികളെ ഒതുമല്ല. ഒരു കുല മുന്തിരി 5 പൈസ കൈ. പാട്ട് കിട്ടുന്നില്ലല്ലോ. ആ പാട്ടും കൂടെ കിട്ടിയാലേ എല്ലാവരും ശരിയാണ്. ഇങ്ങനെ ആർക്കും ലൈവ് ആണെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും പാടി തരും. വീഡിയോ റെക്കോർഡാണല്ലോ. 4 മിനിറ്റ് ആയോ? അത് വേഗം പാട്ട് എടുക്കാം. കാണുന്നവരോടാണ് കേട്ടോ, കാണുന്നവരോട്. അയ്യോ, ഒറ്റപ്പുറത്തിൻ്റെ പുരയിൽ CCTV ഞാൻ അങ്ങനെ നോക്കിയിട്ട് കേട്ടോ. എൻ്റെ പുരയിലെ CCTV കേട്ടത് എൻ്റെ പുരൻ്റെ കൊലായി കണ്ടോ. ഞങ്ങളൊരു പ്ലേറ്റിൻ്റെ കച്ചവടമൊക്കെ ഉണ്ട് കേട്ടോ. ആരെങ്കിലും കല്യാണം പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ പ്ലേറ്റ് തരണം കേട്ടോ. അതാണ് ഈ കച്ചവടം. ഗ്ലാസും പ്ലേറ്റും ഒക്കെയാണ്. എൻ്റെ മോനാണ് കൊണ്ടെടുക്കലൊക്കെ. ഓക്കെ, അപ്പോൾ അത് നോക്കി ഇങ്ങനെ കുത്തിരിക്കുക ഇടയ്ക്കിടയ്ക്ക്. ആ ചങ്ങായിക്ക് ആ വണ്ടിയൊക്കെ എടുത്തിട്ട് പോയിക്കാളേ. ഞാൻ കുറേ തിന്നിട്ടോ, അന്നലേ തുടങ്ങിയാ. അടിപൊളി സെറ്റ് സാധനം, എത്ര തിന്നാലും മതിയാലോ. അപ്പം അതും മതി. അപ്പോൾ 2 എണ്ണമായി. ഇനി അടുത്തത് നോക്കുക. ഇതാ നോക്കി എന്തൊക്കെ സാധനം. 1 കുല മുന്തിരി വേഗം പൊളിച്ചിട്ടോ, വേഗം.
മോനെ ചിപ്സ് ആരാ കൊടുത്തേക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് ഒരാളോട് എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരാൻ ഇന്നും എന്നെ വിളിച്ചിന് കേട്ടോ. എൻ്റെ പച്ചമുളക് നൗഫർ എന്നെ വിളിച്ച് എന്തെങ്കിലും വേണേ കൊണ്ടുവരണമെന്ന് ചോദിച്ചേ. ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടം പോലെ സാധനം വന്നിട്ടുണ്ട്, ഇനി വരുമ്പോൾ ഒരു കാപ്പിപ്പൊടി കൊണ്ടുവരും. മക്കളെ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാം. 3 ഇനി അടുത്ത് ഇതെന്താ നോക്കണേ. ഇത് ചെറിയ നൈക്ക് ഏറ്റവും കൂടുതൽ വിലമതിപ്പ് ഉണ്ടാകുക. അപ്പം അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതങ്ങനെ തുറക്കണം. പപ്പടം അങ്ങനെ ആ സാധ്യത ഉണ്ട്. മറ്റേ പാട്ട് കിട്ടിയില്ലല്ലോ. ഒരു കൂല മുന്തിരി ഒരു കൂല. ഒരു മണം വന്നിക്കുന്നത്. സുന്ദരമാം നീലാകാശത്തിൻ്റെ ആ പാട്ട് കിട്ടുന്നില്ലല്ലോ. നിങ്ങളൊക്കെ അപ്പോൾ പാടി കമൻ്റൊക്കെ അടിച്ചു കേട്ടോ. എണ്ണയൊക്കെ ഉണ്ടല്ലോ, പപ്പടമല്ല. ചോറിപ്പോൾ കിട്ടണം തോന്നുന്നുണ്ട്. ചമ്മന്തിയാണോ? പഠിച്ച റബ്ബേ ഇതെന്തായിരിക്കും റബ്ബേ? ആകാംക്ഷയോടെ നോക്കി നിൽക്കണം. അൽഹംദുലില്ലാഹ്. പഠിച്ച റബ്ബേ അല്ലാണ്ട് ഒക്കെ നീ അറിയുന്ന റബ്ബേ നീയാണ്. എപ്പോഴും അവരെ കൂടെ നീ തുണയുണ്ടാകണേ റബ്ബേ. ആ പൊന്നുമോൻ ഇവിടെ ആദ്യമായിട്ട് ഗൾഫിൽ വന്നാണ്, നല്ലൊരു മോനാണ്. ആ മോനെ നീ ഹയർ കൊടുക്കുക റബ്ബേ. ഇവിടെ നിൽക്കുന്ന കാലത്തോളം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ജോലിയിലൊക്കെ നീ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആ ജോലിയിലൊക്കെ അവനെ നീ സഹായിക്കണ തമ്പുരാനെ. തിന്നു പോയിട്ടോ. ചെമ്മീന് റബ്ബേ. എൻ്റെ അമ്മക്ക് എന്ത് ഇഷ്ടമാണെന്നറിയത്? എൻ്റെ അമ്മക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ? എൻ്റെ അമ്മ ഞങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മ നമുക്ക് ആ വീട്ടിൽ പോകണം. അവിടെ പോയിട്ട് ഓരെ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിക്കണം കേട്ടോ. എൻ്റെ അമ്മ സംഭവം അമ്മ ഒരു പീടിയപ്പാരും ഒരു സ്ഥലത്ത് പോയാലും ഇതൊന്നും കിട്ടൂലമ്മ. ഈ ഒരു സ്നേഹം കിട്ടൂല എൻ്റെ അമ്മ. എൻ്റെ മക്കളെ സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ ബന്ധുവാര് അതാണ് മടക്കി വെക്കും. ഇത് ആർക്കും കൊടുക്കൂല. ഇത് നല്ലൊരു ഡപ്പയിലാക്കിയിട്ട് ഒളിപ്പിച്ച് വെക്കും. ഇത് കേട്ടോ, എൻ്റെ മോന് കൊടുക്കും, പെങ്ങളെ മോന് കൊടുക്കും, ലത്തീവിന് കൊടുക്കും, ബിസ്വത്താത്ത കൊടുക്കും. പിന്നെ അയൽവാസി ഉണ്ട്, ശ്രീലങ്ക പാവ ഫാമിലി, ഒരു കേസം കൊടുക്കണം. ഇനിയുണ്ട് പൊളിക്കാനേ, ഇനിയുണ്ട്. കഴിഞ്ഞിട്ടില്ല മക്കളെ. ഇങ്ങനെ വേഗം ഇവിടെ എന്തോരുണ്ട് അറിയോ ആക്കി വെച്ച് കണ്ടെങ്കിൽ വീഡിയോ കച്ചവടമാണ് ഞങ്ങൾക്ക്. സ്വർഗത്തിൽ പോയെന്നാണ് നിത്താത്ത പറഞ്ഞു. പോത്തുപള്ളി മുല്ലക്കയും ഇങ്ങനെയൊക്കെ കിട്ടണമെങ്കിൽ മക്കളെ സുഹൃതം ചെയ്യണം. ഞാൻ സുഹൃതം ചെയ്തുകൊണ്ട് നല്ലിട്ട് എൻ്റെ സുഹൃതം കൊണ്ട് നല്ലതൊന്നും കിട്ടുന്നില്ല. ഇതൊക്കെയെന്ന് വെച്ചാൽ ഇത് എനിക്ക് ഏൽപ്പിച്ച് തന്ന ഒരാളുണ്ട്. അയാളെ സുഹൃതം കൊണ്ടായിരിക്കും എനിക്കിത് കിട്ടിയത്. ഞാൻ ഇന്നും പോവാം മോൻ്റെ അടുത്ത്. മോൻ എന്താ വേണ്ടി പൊടിയുന്നില്ല. ഇത് ഭർത്തായി എൻ്റെ റബ്ബേ. എൻ്റെ പൊന്നോരോ മക്കളെ ഇങ്ങോട്ട് നോക്കിങ്ങള്, ഒന്ന് നോക്കിങ്ങള്. പടച്ച് നെഞ്ചിനുള്ളിൽ ആ കുടുംബമാണ്, കണ്ണിന് മുന്നിൽ നിങ്ങളാണ് മക്കളെ. പഠിച്ച റബ്ബേ ഇത് ആരൊക്കെയാണ് പോയി വാങ്ങി കടയിൽ പോയി വാങ്ങി പേക്കാക്കി ആ പെട്ടിയിൽ ഇവിടെ എത്തിച്ച ആ മോന് വരെ എപ്പോഴും എൻ്റെ പ്രാർത്ഥന ഉണ്ടാവും കേട്ടോ. നിങ്ങളൊക്കെ ആമയും പറയണം കേട്ടോ. ഇത് കൊടുത്തയച്ച കുടുംബത്തിന് സർവ്വ സൗഭാഗ്യവും പഠിച്ച റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്കാണെങ്കിലും നിങ്ങൾക്കും ഞാൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ഇപ്പം അമ്മാബിനി അഹമ്മത്തി റബ്ബിക്ക ഫഹദ്ദീസ്. അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ അതൊക്കെ പഠിച്ച റബ്ബ് അവരിലൂടെ എനിക്ക് കൊണ്ടു തന്നു. അത്രമാത്രം ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ പൊന്നാര മക്കളെ, സ്നേഹമാണ്. സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കെല്ലാം കിട്ടും. ഈ സ്നേഹത്തിൻ്റെ മുന്നിൽ ഒട്ടുമടക്കാൻ പാടില്ലല്ലോ.
തലകുനിക്കാനും പാടില്ല. നന്ദി പറയാൻ ഒപ്പം ആ കുടുംബത്തിനും എൻ്റെ കൊടുത്തേക്കാൻ കാരണക്കാരനായ എൻ്റെ പ്രിയപ്പെട്ട ആ സഹോദരനും ഒരുപാട് നന്ദിയും പ്രാർത്ഥനയുമുണ്ട്. സ്നേഹത്തോടെ.